ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ₹500 ജിയോയുടെ ന്യൂ ഇയർ 2026 പ്ലാൻ പ്രഖ്യാപിച്ചു. ഇതോടെ ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ റീചാർജ് പ്ലാനുകൾ പ്രഖ്യാപിക്കുന്ന ആദ്യ ടെലികോം കമ്പനിയായി റിലയൻസ് ജിയോ. ഡാറ്റ, അൺലിമിറ്റഡ് കോളിംഗ്, വാലിഡിറ്റി, OTT തുടങ്ങി ഉപയോക്താവിന് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഈ ന്യൂ ഇയർ സ്പെഷ്യൽ പ്ലാനിൽ ജിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണയായി ജിയോ ന്യൂ ഇയർ പ്ലാനുകൾ വാർഷിക പ്ലാനുകളാകാറാണ് പതിവ്. ഒരുപക്ഷേ ഇത് ഒരു സാമ്പിൾ പ്ലാൻ മാത്രമാകാം. പ്രധാന പ്ലാൻ ഇനി വേറെ വരുമെന്ന് വരിക്കാർ പ്രതീക്ഷിച്ചാലും കുറ്റം പറയാനാകില്ല. കാരണം കഴിഞ്ഞ വർഷം ജിയോയുടെ പ്രീപെയ്ഡ് പ്ലാൻ ₹2025 വിലയിലാണ് എത്തിയത്. ജിയോയുടെ പതിവ് ന്യൂ ഇയർ പ്ലാൻ രീതികൾ കണക്കിലെടുക്കുമ്പോൾ ₹2026 വിലയിൽ ഒരു പ്ലാനാണ് വരേണ്ടിയിരുന്നത്. ഒരുപക്ഷെ സാധാരണക്കാരായ വരിക്കാരെ കൂടുതൽ ആകർഷിക്കാനാകാം ₹500 വിലയിൽ ഒരു സ്പെഷ്യൽ പ്ലാൻ ഇപ്പോൾ ജിയോ അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റ് ടെലികോം കമ്പനികളൊന്നും ന്യൂ ഇയർ പ്ലാൻ പ്രഖ്യാപിക്കുന്നതിലേക്ക് കടന്നിട്ടില്ല. മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നേ കാര്യങ്ങൾ നീക്കാനുള്ള ജിയോയുടെ തന്ത്രത്തിന്റെ ഭാഗമായാകാം ₹500 ന്യൂ ഇയർ പ്രീപെയ്ഡ് പ്ലാൻ ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടത്. അൺലിമിറ്റഡ് 5G ഡാറ്റ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഈ ന്യൂ ഇയർ പ്ലാനിലുണ്ട്. എന്നാൽ OTT സബ്സ്ക്രിപ്ഷനുകളാണ് കൂടുതൽ ശ്രദ്ധേയം. അൺലിമിറ്റഡ് വോയിസ് കോളിംഗ്, പ്രതിദിനം 100 SMS, ദിവസം 2 GB ഡാറ്റ, 28 ദിവസം വാലിഡിറ്റി എന്നിവയാണ് ഇതിലെ പ്രധാന ആനുകൂല്യങ്ങൾ. നിരവധി അധിക ആനുകൂല്യങ്ങൾ ഈ സ്പെഷ്യൽ പ്ലാനിൽ ജിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജിയോ ₹500 ഹാപ്പി ന്യൂ ഇയർ പ്ലാനിലെ സബ്സ്ക്രൈബർമാർക്ക് ആമസോൺ പ്രൈം വീഡിയോ മൊബൈൽ എഡിഷൻ, യൂട്യൂബ് പ്രീമിയം, ജിയോ ഹോട്ട്സ്റ്റാർ, സോണി ലൈവ്, C5, ലയൺസ് ഗേറ്റ് പ്ലേ, ഡിസ്കവറി പ്ലസ്, സൺ നെക്സ്റ്റ്, കാഞ്ചാലങ്ക, പ്ലാനറ്റ് മറാത്തി, ചൗപ്പാൽ, ഫാൻകോഡ്, ഹോയ്ചോയ് എന്നിവയുൾപ്പെടെ നിരവധി OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് ബണ്ടിൽ ആക്സസ് ലഭിക്കും. 18 വയസ്സും അതിൽ കൂടുതലുമുള്ള ഉപയോക്താക്കൾക്ക് ₹35,100 വിലമതിക്കുന്ന 18 മാസത്തെ സൗജന്യ ഗൂഗിൾ ജെമിനൈ പ്രോ പ്ലാനും ഈ പ്ലാനിന്റെ ആനുകൂല്യമായി ജിയോ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒരു പ്രോസസറിന്റെ വരവോടെ ആഗോളതലത്തിൽ തന്നെ ഖ്യാതി നേടാൻ പോകുന്ന ഫോണാണ് OnePlus 15R. സ്മാർട്ട് ഫോൺ വിപണി കീഴടക്കാനായി ബുധനാഴ്ച ഈ ഫോൺ ഇന്ത്യൻ വിപണിയിലെത്തും. ആഗോളതലത്തിൽ ആദ്യമായാണ് ഒരു സ്മാർട്ട് ഫോണിൽ ഇത്തരമൊരു ഫീച്ചർ എന്ന് ടെക് വിദഗ്ധർ പറയുന്നു. സ്നാപ്ഡ്രാഗൺ 8 Gen 5 പ്രോസസറാണ് OnePlus 50Rനെ സ്മാർട്ട് ഫോൺ വിപണിയിൽ ശ്രദ്ധാകേന്ദ്രമാക്കുക. ആഗോളതലത്തിൽ തന്നെ ആദ്യമായാണ് ഒരു സ്മാർട്ട് ഫോണിൽ സ്നാപ്ഡ്രാഗണിന്റെ 8 Gen 5 പ്രോസസർ അവതരിപ്പിക്കുന്നത്. OnePlus Bud Go 2-നൊപ്പം ഡിസംബർ 17-നാണ് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഈ മാസം ആദ്യം ചൈനീസ് വിപണികളിൽ പുറത്തിറങ്ങിയ OnePlus S60യുടെ വകഭേദമാണ് ഈ ഹാൻഡ്സെറ്റ്. ചില പ്രധാന സവിശേഷതകൾ പുറത്തുവന്നെങ്കിലും ഫോണിന്റെ വില സംബന്ധിച്ച് ഇപ്പോഴും ചില അവക്തകൾ തുടരുകയാണ്. ഏകദേശം ₹49,999 ഫോണിന്റെ വിലയായി പ്രതീക്ഷിക്കുന്നത്. 12GB റാം, 256GB ഇന്റേണൽ സ്റ്റോറേജ് കോൺഫിഗറേഷനുള്ള OnePlus 50Rന്റെ ഇന്ത്യയിലെ പ്രാരംഭ വില ₹45,999 ₹46,999 ഇടയിലായിരിക്കുമെന്ന് ചില വിദഗ്ധർ പറയുന്നു. 12GB പ്ലസ് 512GB ഉള്ള ഒരു ഉയർന്ന വേരിയന്റും നിർമ്മാണത്തിലുണ്ട്. ഇതിന് ഏകദേശം ₹51,999 വില പ്രതീക്ഷിക്കുന്നു. OnePlus 50R ചാർക്കോൾ ബ്ലാക്ക്, മിൻഡി ഗ്രീൻ നിറങ്ങളിൽ ഫോൺ ലഭ്യമാണ്. 50 മെഗാപിക്സൽ പ്രൈമറി ക്യാമറ, 8 മെഗാപിക്സൽ അൾട്രാവൈഡ് ആംഗിൾ ലെൻസ്, 32 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ എന്നിവയെല്ലാം ഫോണിലുണ്ടെന്നാണ് റിപ്പോർട്ട്. OnePlus 50Rന് IP66, IP68, IP69 അല്ലെങ്കിൽ IP69K റേറ്റിംഗുകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇത് പൊടി, വെള്ളം അല്ലെങ്കിൽ വാട്ടർ ജെറ്റുകൾ എന്നിവയിൽ നിന്ന് ഉപകരണത്തെ സംരക്ഷിക്കുന്നു. ഈ വിലയിലുള്ള ഫോണിന് ഇത്രയധികം സവിശേഷതകൾ അപൂർവമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഏത് ഭാഷക്കാരോടും സ്വന്തം ഭാഷയിൽ സംസാരിക്കാം. ലൈവ് സ്പീച്ച് ട്രാൻസ്ലേറ്റർ ഫീച്ചർ അപ്ഡേറ്റ് ചെയ്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. സംഭാഷണങ്ങൾ തത്സമയം തർജ്ജമ ചെയ്യുന്ന ലൈവ് സ്പീച്ച് ട്രാൻസ്ലേഷൻ ഫീച്ചറുമായി ഗൂഗിൾ ട്രാൻസ്ലേറ്റർ സേവനം അപ്ഡേറ്റ് ചെയ്തു. നേരത്തെ പിക്സൽ ബഡ്സ് ഉപയോക്താക്കൾക്കായി മാത്രമേ ലഭ്യമായിരുന്ന ഈ സൗകര്യം ഇനി മുതൽ ഏത് ഹെഡ്ഫോണിലും ഉപയോഗിക്കാനാവും. 70-ലധികം ഭാഷകളെ പിന്തുണയ്ക്കുന്ന ഈ ഫീച്ചറിന്റെ ബീറ്റ പതിപ്പ് ഇതിനകം പുറത്തിറക്കിയിട്ടുണ്ട്. അനുയോജ്യമായ ആൻഡ്രോയിഡ് ഫോണുകളിലെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആപ്പിലൂടെയാണ് ഈ സേവനം ലഭിക്കുക. ആപ്പിൾ എയർപോഡുകളിൽ ഇതിനകം സമാനമായ ഫീച്ചർ ലഭ്യമാണ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ അടുത്തിടെ അവതരിപ്പിച്ച പ്രധാന പുതുമകളിലൊന്നാണ് ഈ ലൈവ് ട്രാൻസ്ലേഷൻ. ടെക്സ്റ്റ് ട്രാൻസ്ലേഷനും കൂടുതൽ മെച്ചപ്പെടുത്തി. ജെമിനി AI സഹായത്തോടെ പ്രാദേശിക ഭാഷകളിലെ വ്യംഗ്യാർത്ഥങ്ങളും ശൈലികളും കൂടുതൽ കൃത്യതയോടെ മനസ്സിലാക്കി തർജ്ജമ ചെയ്യാൻ ഇനി ട്രാൻസ്ലേറ്ററിന് സാധിക്കും.
ഭാഷാ പഠനത്തിനായി ട്രാൻസ്ലേറ്ററിലെ പ്രാക്ടീസ് ഫീച്ചറും ഗൂഗിൾ വിപുലപ്പെടുത്തി 20 രാജ്യങ്ങളിലേക്ക് കൂടി ഈ സൗകര്യം എത്തിച്ചിട്ടുണ്ട്. US, മെക്സിക്കോ, ഇന്ത്യ എന്നീ രാജ്യങ്ങളിലാണ് ആദ്യം ഈ ഫീച്ചറുകൾ അവതരിപ്പിച്ചത്. അടുത്ത വർഷത്തോടെ iOS ട്രാൻസ്ലേറ്റ് ആപ്പിലേക്കും ലൈവ് സ്പീച്ച് ട്രാൻസ്ലേഷൻ എത്തും. മെച്ചപ്പെടുത്തിയ ട്രാൻസ്ലേഷൻ ഫീച്ചറുകൾ ആൻഡ്രോയിഡ്, iOS, വെബ് വേർഷൻ എന്നിവയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രാക്ടീസ് ഫീച്ചർ എപ്പോഴും ബീറ്റ ഘട്ടത്തിലായതിനാൽ എല്ലാവർക്കും ഉടൻ ലഭ്യമാകണമെന്നില്ല. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്നത്തെ അറിയിപ്പുകൾ. പാസ്പോർട്ട് നടപടികളുടെ ഭാഗമായുള്ള പോലീസ് വെരിഫിക്കേഷൻ റെക്കോർഡ് ഇനി ഡിജി ലോക്കർ വഴി ലഭ്യമാകും. ഇതോടെ രേഖയുടെ പേപ്പർ രൂപം കയ്യിൽ കരുതേണ്ട ആവശ്യമില്ലാതാകും. വിദേശകാര്യ മന്ത്രാലയവും ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയവും ചേർന്നാണ് ഈ പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. പേപ്പർ രഹിത സേവനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിന്റെയും ഭാഗമായാണ് ഈ തീരുമാനം. പാസ്പോർട്ട് നടപടികൾ പൂർത്തിയായാൽ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ഡിജിറ്റൽ ലോക്കർ അക്കൗണ്ടിലെ ഇഷ്യൂഡ് ഡോക്യുമെന്റ്സ് എന്ന വിഭാഗത്തിൽ നിന്ന് വെരിഫിക്കേഷൻ റിപ്പോർട്ട് ലഭിക്കും. ഇത് എപ്പോൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. മൊബൈൽ ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ എപ്പോൾ വേണമെങ്കിലും ഈ രേഖ പരിശോധിക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. അത്യാവശ്യ യാത്രകൾക്കോ ജോലിക്കോ ഇത് ഏറെ ഉപകരിക്കും. ഉദ്യോഗസ്ഥർക്കോ ഏജൻസികൾക്കോ ഈ രേഖ കൈമാറേണ്ടി വന്നാൽ ഫോട്ടോ കോപ്പി എടുത്ത് സാക്ഷ്യപ്പെടുത്തി നൽകുന്ന ബുദ്ധിമുട്ട് ഇനിയുണ്ടാവില്ല. ഡിജി ലോക്കർ വഴി തന്നെ ഡിജിറ്റലായി കൈമാറാം. സർക്കാർ സംവിധാനത്തിൽ നിന്ന് നേരിട്ട് ലഭ്യമാക്കുന്നതിനാൽ ഈ രേഖകൾക്ക് പൂർണ്ണ ആധികാരികതയുണ്ട്. രേഖകളിൽ തിരുത്തലുകൾ വരുത്താനോ വ്യാജരേഖ ചമയ്ക്കാനോ സാധിക്കില്ല. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.